അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിൻ്റെ അപാരമായ അനുഗ്രഹമാണ് അവൻ്റെ ദീൻ കേൾക്കാൻ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി അത് പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ അപാകതകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപാകതകളില്ലാത്ത മനുഷ്യന്മാരില്ല. ഒരാളിൽ വന്ന പോരായ്മ അയാളെ എല്ലാ പ്രാവശ്യവും തല്ലാനുള്ള വടിയല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പോരായ്മകളില്ലാത്ത മനുഷ്യന്മാർ ഇല്ല. എന്നാൽ അയാൾക്ക് നന്നാകാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ പർവ്വതീകരിക്കാൻ പാടില്ല. നല്ല ശീലമല്ല. അയാൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാനും അയാളിൽ വന്ന അപാകതക്ക് അള്ളാഹുവിനോട് അദ്ദേഹത്തിന് നന്നാകാനുള്ള മനസ്സ് കൊടുക്കാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം വേണ്ടത്. ഇപ്പോൾ ഒരാളെക്കുറിച്ചൊരു ചീത്ത തിന്മ കേട്ടാൽ നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. എന്താ കാരണം? അയാൾക്കത് വന്നതുകൊണ്ടല്ല, ആ ഒരു തിന്മ എന്നിൽ അള്ളാഹു വരുത്തിയില്ലല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റണം? അൽഹംദുലില്ലാ പറയാൻ പറ്റണം. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യും? അയാളിൽ വന്ന തിന്മയുടെ പേരിൽ നമ്മൾ സന്തോഷിക്കുന്നൊരവസ്ഥ ഒരിക്കലും പാടില്ല. അതൊക്കെ മനസ്സ് നന്നാകാത്തവരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. നമുക്കുണ്ടാകാൻ പാടില്ല. രോഗം രണ്ട് തരത്തിലുള്ള രോഗമുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ രോഗമാണ്, രണ്ട് മനസ്സിൻ്റെ രോഗമാണ്. ശരീരത്തിൻ്റെ രോഗം തിരിച്ചറിയും, മനസ്സിൻ്റെ രോഗം തിരിച്ചറിയില്ല. അതറിഞ്ഞു വരുമ്പോഴത്തേക്കും ഖബറിലെത്തിയിട്ടുണ്ടാവും. പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. അത് പല അപകടങ്ങളുണ്ടാക്കും. ഒരാളെക്കുറിച്ച് വെറുപ്പ് ഇങ്ങനെ ഉണ്ടാക്കും മനസ്സിൽ. അയാളെ കാണാൻ ഇഷ്ടമല്ല, അയാളോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും എന്തിരിക്കണം? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. അതിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, മരിക്കുന്ന ബോധമുണ്ടാവുക. ഇതെല്ലാം ലോകം എന്ന് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞു പോകുന്ന ലോകമാണെന്ന് തിരിച്ചറിയുക. ഇതെപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല, തീരാത്ത എന്തില്ല വിഷമങ്ങളൊന്നും ഒരാളോട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. കാരണം നാളെ മരിച്ചു പോയാൽ പിന്നെ ആ പകയും വിദ്വേഷവും ഒക്കെ എവിടെയാണ്? അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഖബറിൽ ശിക്ഷയിൽ രക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞത്. 9 കാര്യങ്ങൾ. ബാറക്കല്ലാഹു ഫീക്ക്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് ഖുത്ബയിലേക്ക് ഇനി 2 ആഴ്ച കഴിയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേലും അത് ഇവിടെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. കാരണം 2 ആഴ്ച കഴിയുമ്പോൾ കാലം മാറും. നബിദിനവും പ്രവാചക സ്നേഹവും ഒക്കെ വരെയാണ്. ഇനിയിപ്പോൾ അതുമ്പോൾ ഖബറുമ്പോൾ കൂടാൻ പറ്റില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യണം? അതൊന്ന് പറഞ്ഞ് തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമ്മൾ ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ചരിത്രത്തിലേക്ക് നമ്മൾ മാറും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങൾ, അപ്പോൾ രക്ഷ കിട്ടുന്ന 9 കാര്യങ്ങൾ, 9 സ്വഭാവങ്ങളും അല്ലെങ്കിൽ 9 രീതികളും 9 ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന കൂട്ടരുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, ഖബർ ശിക്ഷ ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് എന്ത് ചെയ്യാം? ഖബർ ശിക്ഷ ഉണ്ടോ, അതിൻ്റെ പ്രമാണങ്ങൾ എന്താണ്, അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കുക. അത് പഠിക്കേണ്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ്. ഖുർആൻ തന്നെ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്. എന്തായിരുന്നാലും
ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 22ഓളം കാര്യങ്ങളുണ്ട്. 22ഓളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതെന്താ അറബിയിൽ പറയാ? ഷിർക്ക്, അല്ലേ? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് ഒന്നാമത് ഖബറിൽ ഒരാൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം. അള്ളാഹുവിന് തുല്യനായി ഒരാളെ എന്ത് ചെയ്യുക? സങ്കൽപ്പിക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിലോ അവൻ്റെ ഗുണവിശേഷണങ്ങളിലോ ആരെയെങ്കിലും പങ്കു ചേർക്കുക, അതല്ലെങ്കിൽ റുബൂബിയത്തിൽ പങ്കു ചേർക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക. ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോഴാണ് ഒരാൾ ഷിർക്ക് ചെയ്തവനായി മാറുന്നത്. ഒരാളിൽ ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഷിർക്കിലൂടെ ഖബറിൽ മുതൽ എന്തുണ്ട്? ശിക്ഷയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. നോക്കി, അൻ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹായിത്തിൻ ലിബനി നജ്ജാർ അലാ ബഗ്ലത്തിൻ ലഹു വനഹ്നു മഅഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് ചെയ്തു? ഒരു കോവർ കഴുതയുടെ പുറത്തായിരിക്കെ സ്വഹാബികളിൽ ചിലർ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ആ കഴുത എന്ത് ചെയ്തു? വഴിമാറി സഞ്ചരിച്ചു. ആ കഴുത ചില ഖബറുകളുടെ അടുക്കലൂടെ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അക്ബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരാരാണ് എന്ന് ആർക്കാണ് അറിയുന്നത്? ഫഖാല റജുലുൻ, ഒരു മനുഷ്യൻ പറഞ്ഞു, അന, പ്രവാചകരെ എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, ഖാല ഫമത്താ മാത ഹഉലാഇ, ഇവരെപ്പോഴാണ് മരണപ്പെട്ടത്? ഈ മനുഷ്യൻ പറഞ്ഞു, ഖാല മാതു ഫിൽ ഇശ്റാഖ്, അവർ ഷിർക്കിലായിക്കൊണ്ടാണ് മരണപ്പെട്ടത്, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടത്. അള്ളാഹുവിൽ പങ്കു ചേർത്ത ആ പാപത്തെ അള്ളാഹു പുറത്തു തരുകയില്ല. അത് വളരെ ഗൗരവമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, തൗബ ചെയ്താലോ? തൗബ ചെയ്താൽ പൊറുക്കപ്പെടും. അപ്പോൾ അവിടെ എന്താണ് അള്ളാഹ് പൊറുക്കൂല എന്ന് പറയുക? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്താണ് അവിടെ അള്ളാഹു ഷിർക്ക് പൊറുക്കില്ല എന്ന് പറഞ്ഞ കാരണം എന്താണ്? ഷിർക്ക് ഒരാൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല. എന്നാൽ ബാക്കിയുള്ള ശിക്ഷകൾ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹ് ഒരു പക്ഷേ മറ്റില്ലാതെ പുറത്തു തരുകയില്ല, അല്ലേ? അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയം മനസ്സിലാക്കണം. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു, അവർ ഷിർക്കിലാണ് മരണപ്പെട്ടത്. ഫഖാല, ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തിൻ്റെ വിഷയത്തിലാണ്? ഈ ഒരു ഷിർക്കിൻ്റെ വിഷയത്തിൽ ഈ ഉമ്മത്തിന് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചേർത്ത് പറഞ്ഞു. ഫലൗലാ അല്ലാ തദാഫനു, എന്നിട്ട് ഖബറിൻ്റെ ഉള്ളിലെ അവിടെ സംഭവിക്കുന്ന ഭയാനകതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എടുത്തു പറയുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ പരസ്പരം കുഴിച്ചു മൂടുമായിരുന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ പരസ്പരം ഖബർ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിച്ചു മൂടില്ല ഇരുന്നെങ്കിൽ ലദഅഉതുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിന്? അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയുടെ ആ വേദനകളും അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന രോദനങ്ങളും നിങ്ങളെ കൂടി കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു.
അല്ലദീ അസ്മഉ മിൻഹു, ഞാൻ കേൾക്കുന്ന അതല്ലെങ്കിൽ അല്ലാഹ് എന്നെ കേൾപ്പിക്കുന്ന ആ ശിക്ഷയുടെ വേദനകളും രോദനങ്ങളും നിങ്ങളെ കൂടി കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ആ വാക്കിൽ തന്നെയുണ്ട് ആ ഖബറിൻ്റെ ശിക്ഷയുടെ ഭയാനകതയെക്കുറിച്ച്. നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ പരസ്പരം കുഴിച്ചുമൂടുമായിരുന്നു. ഒരാളത് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റയാളെ കുഴിച്ചുമൂടുമാറ് അത്രയും പേടിപ്പെടുത്തുന്ന ഭയാനകമായ രംഗങ്ങളാണ് ഖബറിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാരണം എന്താണ്? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതാണ് ഏറ്റവും വലിയ പാപം. കള്ളുകുടിയല്ല, വ്യഭിചരിക്കലല്ല, മറ്റൊന്നുമല്ല. ഏറ്റവും വലിയ പാപം എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് നമ്മുടെ അമലുകളൊക്കെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അത് വളരെ ഗൗരവത്തിൽ ഖബറിന് അത് പറയും ആ ഖബറുകൾ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അക്ബർ അല്ല, ഖാഫ് വ്യത്യാസം ഉണ്ടാവും. എന്തായിരുന്നാലും ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങളെ മനസ്സിലാക്കുക. എന്താണ് രണ്ടാമത് പറഞ്ഞ കാര്യം? രണ്ടാമത് ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അഹങ്കാരത്തോടെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കൽ എന്നത്. അപ്പോൾ അഹങ്കാരം ഇല്ലെങ്കിൽ പറ്റുമെന്നാണോ? അങ്ങനെയാണല്ലോ ചില ആളുകൾ ചോദിക്കുക. എനിക്ക് അഹങ്കാരമൊന്നുമില്ല, അതെന്നെ അഹങ്കാരമാണ്. എന്ത്? എനിക്ക് അഹങ്കാരമില്ല എന്ന് പറയൽ തന്നെ അഹങ്കാരമാണ്. ഇസ്ലാമിൽ അഫ്ദലായിട്ടുള്ള വസ്ത്രധാരണം എവിടം വരെയാണ്? ഒരു പുരുഷൻ്റെ വസ്ത്രം അഫ്ദൽ ഇവിടം വരെയാണ്. അവൻ്റെ ഈ നടുക്കുള്ള മസിലുണ്ടല്ലോ, കാലിൻ്റെ ഒരു മസിലുണ്ട്, ആ മസിൽ വരെയാണ് അഫ്ദലായിട്ടുള്ളത്. അവിടം വരെയാണ്. അതിൻ്റെ ഇളവാണ് പിന്നെ അവിടെ താഴെ. ഏറ്റവും ഇളവാണ് എന്ത്? നെരിയാണി വരെ. വിളവാണ് അതിൻ്റെ അടിയിലേക്ക്, അല്ലേ? കൂടുതൽ വിളവന്മാരാണ്. മിക്ക ആളുകളും എന്ത് ചെയ്യും? ആ അതിർത്തിയിൽ നിന്ന് കളിക്കലാണ്. നെരിയാണി ആണോ അല്ലേ ഒരു സംശയമാണ് കാണുന്നവർക്കും, അല്ലേ? ഇവനാണെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മുകളിൽ പൊക്കി എടുത്തിട്ടുമില്ല, താഴ്ത്തിയിട്ടുമില്ല, അല്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അതെന്തല്ല, നിസ്സാരപ്പെട്ട വിഷയമല്ല. നമ്മൾ ഗൗരവത്തിൽ അതിനെ കാണേണ്ടതാണ്. ആ ഗൗരവം അറിയണമെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് അദ്ദേഹത്തിൻ്റെ കുടലുകൾ പുറത്ത് വരുമാറ്, അല്ലെ, അദ്ദേഹത്തിന് കുത്തേറ്റിട്ടാണ് അദ്ദേഹം, അല്ലെ, ഷഹീദാകണം. അപ്പോൾ ആ നിലക്ക് കിടക്കണ അവസ്ഥയിൽ ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, താങ്കൾ എത്ര ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചേക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. അപ്പം ഇദ്ദേഹം കാണുന്നത് യുവാവിൻ്റെ വസ്ത്രം താഴെയാണ്, നെരിയാണിക്ക് താഴെയാണ്. അദ്ദേഹം ഒറ്റടിക്ക് പറഞ്ഞ ഇർഫ ഇസാറക്. അദ്ദേഹം ആശ്വസിപ്പിച്ച ആശ്വാസങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന്. ആ മനുഷ്യനോട് പറഞ്ഞ, യുവാവിനോട് പറഞ്ഞു, നീ നിൻ്റെ വസ്ത്രം കയറ്റി ഉടുക്കുക എന്ന് ആ മരണത്തിൻ്റെ സമയത്ത് പോലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ചോദിക്കണ്ടേ? നിനക്ക് അഹങ്കാരം ഉണ്ടോ എന്നല്ല ചോദിക്കണ്ടേ, അല്ലേ? എന്താ ചോദിക്കണ്ടേ? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് അഹങ്കാരം ഉണ്ടോ? എനിക്ക് അഹങ്കാരം, അന്ന് കുഴപ്പമില്ല, നടന്നോട്ടെ. അങ്ങനെയല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായി പറഞ്ഞു, എന്ത്? ഇർഫ ഇസാറക്, നീ നിൻ്റെ വസ്ത്രം കയറ്റി ഉടുക്കണം എന്ന് പ്രവാചകൻ, അല്ലെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. നിങ്ങൾ ആലോചിക്കുക, അത്ര ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അദ്ദേഹത്തിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖുയലാഇ. ഒരാൾ അഹങ്കാരത്തോടെ തൻ്റെ വസ്ത്രം നിലത്തിഴച്ച് വലിച്ചുകൊണ്ടിരിക്കെ അയാൾ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. യജുറു ഇസാറഹു മിനൽ ഖുയലാ ഖുസിഫ ബിഹി. അയാൾ എന്ത് ചെയ്തു? ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു. ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ. എന്നിട്ട് അദ്ദേഹം പറയാ, അന്ത്യനാൾ വരെ അയാൾ ഭൂമിയുടെ അഗാധതയിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും. ബുഖാരി ഉദ്ധരിക്കുന്ന 3485 ഹദീസാണ്.
നോക്കിയേ, ഒരു വസ്ത്രം നെരിയാണിക്ക് താഴെ പോകുമ്പോൾ ലഭിക്കുന്ന അപകടം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി പറഞ്ഞു. അപ്പം അഹങ്കാരത്തോടെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവന് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അഥവാ ഭൂമിയുടെ അടിയിലേക്ക് എന്ന് പറയുന്ന ഇടക്ക് ഇവിടെ ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അഹങ്കാരത്തോടെ അല്ലാതെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറക്കാമെന്ന് ആരും എന്ത് ചെയ്യേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല. ഇങ്ങനെ പറയുമ്പോൾ അഹങ്കാരം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറ്റോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. ഒരു പുരുഷൻ്റെ അവൻ്റെ നെരിയാണിക്ക് താഴെയാകരുത് വസ്ത്രം എന്ന് ഇസ്ലാം കർശനമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ നബി സഈദ് അൽ ഖുദരി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റത്തുൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ ആ അടിവസ്ത്രം ഇലാ നിസ്ഫി സാഖി, കണ്ടോ നോക്കിയേ, നിസ്ഫി സാഖ്, സാഖിൻ്റെ കണങ്കാലിൻ്റെ പകുതി വരെയാണ്. മനസ്സിലായില്ലേ? ഇവിടം വരെയാണ്. നമ്മൾ നേരത്തെ മസിൽ എന്ന് പറഞ്ഞില്ലേ, കാലിലൊരു മസിലുണ്ട് ഇവിടെ, ആ മസിലിൻ്റെ അവിടം വരെയാണ് എന്ത്, പുരുഷന്മാരിൻ്റെ വസ്ത്രം. എന്നിട്ട് പറയാം വലാ ഹറജ ഔ ലാ ജുനാഹ, അവനെന്തില്ല, അവന് പ്രശ്നമില്ല, അവന് കുറ്റില്ല, ഫീമാ ബൈനഹു വ ബൈനൽ കഅബൈൻ, അവൻ്റെ നെരിയാണിക്കിടയിലും അത് ആകുന്നത് വരെ, കണങ്കാലിൻ്റെ പകുതി വരെയും നെരിയാണി വരെയും ആകുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. എന്നാലോ മകാന അസ്ഫല മിനൽ കഅബൈൻ, അതും കഴിഞ്ഞ് നെരിയാണിയും കഴിഞ്ഞ് നിലത്ത് പോയാലോ ഫഹുവ ഫിന്നാർ, അത് നരകത്തിലാണ്. നിങ്ങൾ ആലോചിക്കേ. അപ്പോൾ ഏറ്റവും അഫ്സൽ, അപ്പോൾ മേപ്പോട്ട് എന്തോരം കയറിയാലും കുഴപ്പമില്ലാന്ന്, എന്ത് ചെയ്യാൻ പാടില്ല, കീഴ്പോട്ട് ഒരു ഇഞ്ച് പോലും ഇറങ്ങാൻ പാടില്ല എന്ന്. നമുക്കെന്താ കുഴപ്പമില്ലാത്ത, കീഴ്പോട്ട് എത്ര ഇറങ്ങിയാലും കുഴപ്പമില്ല, മേപ്പോട്ട് കയറിപ്പോലും ഭയങ്കര ഇടങ്ങേറാണ് അല്ലേ. ഒന്ന് മുണ്ടൊന്ന് കയറ്റി ഉടുത്തു പോയാൽ ഇത് വല്ലാതെ കയറിപ്പോയല്ലോ അല്ലേ. പാൻ്റ് ഒന്ന് ചെറുതായാലോ ഭയങ്കര ടെൻഷനാണ്, ഇത് ഭയങ്കര കുട്ടി പാൻറ്റ് പോയാലോ അല്ലേ. അതായത് ഇറങ്ങിയാലോ ഒരു ടെൻഷനും ഇല്ല, ഒരു ബേജാറുമില്ല, ഒരു പ്രശ്നമില്ല. ചില ആളുകൾ ഇരട്ട മുഖത്തിൻ്റെ ആളുകളുണ്ട്. നിസ്കരിക്കാൻ വന്ന കർട്ടൻ പൊങ്ങണ പോലെ എന്ത് ചെയ്യും, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം പൊങ്ങും. നിസ്കാരം കഴിഞ്ഞാലോ അത് അതുപോലെ തന്നെ താഴും. അതെങ്ങനെയാത്, നിസ്കാരത്തിൽ മാത്രം അള്ളാഹ് കാണുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ? എപ്പോഴും അള്ളാഹ് കാണും. ഒരു പുരുഷൻ്റെ വസ്ത്രം എന്നാ പറഞ്ഞേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ എൻ്റെ ഈ അരഭാഗത്തെ ആ തുണി അങ്ങോട്ട് ഇരിക്കൂല, അല്ലെങ്കിൽ വസ്ത്രം അങ്ങോട്ട് ഇരിക്കൂല, ഇപ്പം ഇടയ്ക്ക് നെരിയാണിക്ക് താഴെയൊക്കെ പോകാറുണ്ട്, പ്രശ്നമുണ്ടോ പ്രവാചകരെ, പേടിച്ചിട്ട് ചോദിക്കണം. അബൂബക്കർ നീ അത് അഹങ്കാരത്തോടു കൂടി ചെയ്യണില്ലല്ലോ. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ, നീ മനഃപൂർവ്വം ആ നെരിയാണിക്ക് താഴെയാക്കി നീ ഉടുക്കുന്നതല്ലല്ലോ, അറിയാതെ പോകണല്ലേ. അപ്പം അറിയുമ്പോൾ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിട്ടും കയറ്റാതിരുന്നാലോ അപ്പം അത് അഹങ്കാരമായി. ഒരാൾ അറിഞ്ഞിട്ടും എന്ത് ചെയ്യാണ്, അത് കയറ്റി ഉടുക്കാതിരിക്കുമ്പോൾ അഹങ്കാരമായി. ചില ആൾക്കാർ ഒരു ബെൽറ്റിൻ്റെ പ്രശ്നമാണ്, സിബിന് പ്രശ്നം ഉണ്ടായാൽ എന്താ ചെയ്യുക, നമ്മൾ സിബ് ശരിയാക്കും. ബെൽറ്റിന് പ്രശ്നമാണെങ്കിൽ ബെൽറ്റ് ശരിയാക്കണ്ടേ. ഏയ് സിബിന് പ്രശ്നം ഉണ്ടെങ്കിൽ സിബ് ശരിയാക്കൂലേ, അത് നീ തുറന്നെടുക്കൂലേ, പ്രശ്നമല്ലേ. ബെൽറ്റിന് പ്രശ്നമാണെങ്കിൽ ബെൽറ്റ് ശരിയാക്കണം, അല്ലെങ്കിൽ അരക്ക് പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം, പരമാവധി അത് ശരിയാക്കണം. ഇനി നെരിയാണിക്ക് താഴെയുള്ള നീളമുള്ള പാൻ്റാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ടൈലറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കത്രിക എടുത്ത് അയാൾ എന്ത് ചെയ്യും, ഒന്ന് വെട്ടിയിട്ട് മടക്കി അടിച്ച് നല്ല സൂപ്പറാക്കി തരും. അത് ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ്റെ വസ്ത്രം, ആ വിഷയത്തിൽ പെണ്ണുങ്ങളെ ഉഷാറ്. ഏത് വിഷയത്തിൽ, പിശാചിൻ്റെ കളിങ്ങൾ ആലോചിക്കുകയെ. അള്ള പറഞ്ഞു പുരുഷന്മാർക്ക് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം വേണമെന്ന്. എന്നാൽ പുരുഷന്മാർക്ക് ഇഷ്ടം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാനാണ്. പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചോ കുഴപ്പമില്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം നെരിയാണിക്ക് മുകളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരിയാണ്. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ അല്ലേ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ ചിന്തിച്ചോ, നെരിയാണിക്ക് മുകളിൽ നിൽക്കും. ആൺപിള്ളേർ നോക്കിയാലോ പവാട പോലത്തെ ഡ്രസ്സപ്പോൾ ആൺപിള്ളേർ ഇട്ട് കിടക്കണേ, രണ്ട് ചേർത്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു പവാടയായിട്ട് തോന്നിപ്പോൾ, അത്ര വലിയ കോട്ട പാൻ്റായിട്ട് പിള്ളേർ കിടക്കണേ അല്ലേ. അതിനൊരു പേര്, എന്തൊക്കെ പേരുണ്ട് അല്ലേ, ഫാഷൻ അനുസരിച്ചാണ്. നെരിയാണിക്ക് മുകളിൽ ഫാഷനായ കുട്ടികളൊക്കെ ധരിക്കും, ഒരിടക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞിരുന്നു. പിന്നീട് അത് ഫാഷൻ മാറിയപ്പോൾ എന്ത് ചെയ്തു, കുട്ടികൾ അത് മാറ്റിയപ്പോൾ പിന്നെ അത് നമുക്ക് രക്ഷയില്ല. വളരെ ഗൗരവമാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം വരാനേ പാടില്ല. ഫഹുവ ഫിന്നാർ എന്ന് പറഞ്ഞ പിന്നെ ഒരു വിശ്വാസി എങ്ങനെയാണ്
അവൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അലസനാവുക. നമുക്ക് രണ്ട് മുഖം പാടില്ല. ദ്വിമുഖം എന്ന് പറയും, ഇരട്ട മുഖം അല്ലേ. ഇരു തല ജീവിയോ അങ്ങനെ എന്തോ ജീവിയുണ്ട് അല്ലേ. രണ്ട് തല ഉണ്ടാവും, അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. നമുക്ക് അങ്ങനെ ആകാൻ പാടില്ല അല്ലേ. മരിച്ചുകൊടുത്ത് പോകുമ്പോൾ പർദ്ദ, ഇപ്പുറത്ത് പോകുമ്പോൾ ചുരിദാറ്. പറ്റൂല. എന്താ മരിച്ചുകൊടുത്തൊക്കെ ഒരു പർദ്ദ, അങ്ങനെ ഉണ്ട് ഒരു പർദ്ദ ഇല്ല അല്ലെ. കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിര്യാണിക്കൊക്കെ താഴെ. എന്നാലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കറക്റ്റ് സിറ്റ് ആൻഡ് സിറ്റ് അല്ലേ. നിര്യാണിക്ക് മുകളിൽ, ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ രണ്ട് മുഖത്തിൻ്റെ ഉടമകളായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. ശ്രദ്ധിക്കണം. നമ്മൾ പോലും അങ്ങനെ ആയിക്കഴിഞ്ഞ് ബാക്കിയുള്ളൊരവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. വളരെ ഗൗരവമുള്ള വിഷയമാണ്, ഒന്നും നഷ്ടപ്പെടാനില്ല. അതൊരു ഇസ്സത്തായിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു വേദിയിൽ വെച്ച് കൈ ഇങ്ങനെ ഇമ്പണ് അല്ലേ. അപ്പോൾ അടുത്തുനിന്ന് സ്വഹാബി ചോദിച്ചു, അല്ല ഉമർ, ഈ രാജാക്കന്മാരൊക്കെ ഇടയിൽ വെച്ചിട്ടാണോ ഈ കൈ ഇങ്ങനെ? എൻ്റെ ഇസ്സത്ത് ഇസ്ലാമിലാണ്. അദ്ദേഹം പറഞ്ഞതാ, എൻ്റെ ഇസ്സത്ത് ഇസ്ലാമിലാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റണം. ജീവിതം കൊണ്ട് പറയൊന്നും വേണ്ട, ഉറക്കെ പറയൊന്നും വേണ്ട. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ പ്രഖ്യാപനത്തിൽ. ചില ആൾക്കാർക്ക് സലാം പറയാൻ തന്നെ പേടിയാണ് ചിലർക്ക് അല്ലേ. നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോൾ, രാവിലെ പോയപ്പോൾ അവർ അടച്ചിട്ടേക്കായിരുന്നു അല്ലേ. എന്തിനായിരുന്നു? അവരുടെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഹോട്ടൽ തുറക്കുള്ളൂ. നമ്മുടെ ഹോട്ടലിലാണെങ്കിലോ അതിൽ കണ്ട അയ്യോ ഇപ്പോൾ അവരെന്ത് വിചാരിക്കും, നമ്മൾ വേഗം തുറന്നു കൊടുക്കും. നമ്മളങ്ങനെയാണ്. എന്തിനാ പേടിക്കണേ? എന്തിന്? നമ്മുടെ വിഷയത്തിൽ നമുക്കൊരു എന്തില്ല, ദൃഢതയില്ലാതെയായി പോകുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യം. അപ്പോൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നത്, വസ്ത്രം നെരിയാണിക്ക് താഴെ ഇടുന്നത് അഹങ്കാരത്തിൽ പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതന്നെ അഹങ്കാരമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇയ്യാക വഇസ്ബാലൽ ഇസാരി ഫഇന്നഹാ മിനൽ മഖീല. വഇയ്യാക, നീ എന്ത് ചെയ്യണം? നീ സൂക്ഷിക്കുക. എന്തിനെ? വഇസ്ബാലൽ ഇസാരി. ഇസാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഉടുക്കുന്ന വസ്ത്രത്തെയാണ് ഇസാർ എന്ന് പറയുക. ആ ഇസാർ എന്ത് ചെയ്യുക? അത് നെരിയാണിക്ക് താഴെയായി പോകുന്നതിന് നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹാ മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. ഏത്? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ തന്നെ എന്തിൽപ്പെട്ടതാണ്? അഹങ്കാരത്തിൽപ്പെട്ടതാണ്. വഇന്നല്ലാഹ, എന്നിട്ട് പറഞ്ഞു തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ മഖീല, അല്ലാഹു എന്ത് ചെയ്യൂല? അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരിയെ അല്ലെങ്കിൽ അഹങ്കാരത്തെ ഇഷ്ടപ്പെടുന്നില്ല. ലാ യുഹിബ്ബു, അവനെന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഏതു തരത്തിൽ വസ്ത്രം താഴ്ത്തിയിട്ടവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹങ്കാരമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഏത് തരാണെങ്കിലും അവൻ അഹങ്കാരിയായിട്ടാണ്. കാരണം അതിൽ നിബന്ധന വെക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞോ അറിയാതെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഏത് രൂപത്തിലാണെങ്കിലും ഇവിടെ എന്താണ്? വസ്ത്രം നെരിയാണിക്ക് താഴെയാണോ അതെന്താണ്? അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പാൻ്റായാലും തുണിയായാലും നീളം കുപ്പായമായാലും അതെന്ത് ചെയ്യണം? അത് ഒരിക്കലും നെരിയാണിക്ക് താഴെയാകുന്ന രൂപത്തിൽ ധരിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ? നമ്മളൊരു കവുങ്ങ് വീട്ടിൽ വെക്കുകയാണ്. അതിങ്ങനെ ചോലയിലാണെങ്കിൽ എന്ത് ചെയ്യുക? കവുങ്ങിനെ വളയും. എന്തിനാ വളയണേ? ചോല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ലേ? അതിങ്ങനെ വളഞ്ഞിട്ട് വെളിച്ചം തേടി ഇങ്ങനെ പോകും അല്ലേ? അതിന് വെളിച്ചം തേടി വലുതായിട്ട് നേരാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. എപ്പോഴും നേരാക്കണം? അത് വച്ചുമ്പോൾ തന്നെ ചോലൊക്കെ വെട്ടിക്കൊടുത്താൽ എന്ത് ചെയ്യണം? അതിന് വെളിച്ചം കിട്ടുന്ന രൂപത്തിൽ വച്ചു കൊടുക്കണം. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഇടപെടേണ്ടത്? വക്കുമ്പോൾ തന്നെ ഇടപെടണം. നമ്മളൊക്കെ പറയും വക്കണ മുമ്പ് ഇടപെടണമെന്ന്. ഭാര്യനെ തിരഞ്ഞെടുക്കും മുതൽ ഇടപെടണം. അതാണ് ശരിക്കുള്ള ഇടപെടൽ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഇനി ഒന്നും കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? മക്കളെന്ത് ചെയ്യണം? പേരക്കുട്ടികളൊക്കെ ശരിക്കും പുന്നാരിപ്പിക്കണത് വല്യപ്പന്മാരാണ്. പുന്നാരിപ്പിച്ചാണ്ട് ഇല്ലാതാക്കണം അല്ലേ? ചില വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഉപ്പയും ഉമ്മയും ദീനായിട്ട് വളർത്താൻ ശ്രമിക്കും. വല്യാപ്പം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ആകെ വഷളാക്കും. വല്യാപ്പം മൊബൈലൊക്കെ കൊടുക്കും. കാർട്ടൂൺ കണ്ടോട്ടെ പിള്ളേർ കുറച്ചൊക്കെ കണ്ടാൽ എന്താണ്? പിള്ളേർ വല്യാപ്പയുടെ മൊബൈലിൽ റീൽസ് കാണലാണ്. വാപ്പയും കൊടുക്കൂല. അവസാനം ഇതിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഏതിനെ?
വല്യാപ്പനെ ഇതിനെ കൊണ്ടുപോയി ഒഴിവാക്കാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത്. എന്താ ഇപ്പം ചെയ്യുക? നിങ്ങൾക്ക് പറയാനും പറ്റില്ല. ആർക്ക്? മക്കൾക്കേ. ഉപ്പാനോട് കയർത്ത് സംസാരിക്കാൻ പാടില്ലെന്നാണല്ലോ, അത് പറയാനും പറ്റില്ല. മിണ്ടാതെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ്. നമ്മളൊന്നും അങ്ങനത്തെ വല്യാപ്പന്മാരാകരുത് കേട്ടോ. കാരണം എന്താണ്, അവർക്ക് പറയാൻ പറ്റാത്തപ്പോൾ ഞാൻ പറഞ്ഞത്, അവർക്ക് പറയാൻ പറ്റാത്തത്. ചില വീടുകളിലൊക്കെ അനക്കം പറയുന്നുണ്ട് പലരും. എന്ത്, ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് വേറെ വീട് വെച്ച് താമസിക്കുക, വാടകയ്ക്ക് പോവാം, മക്കൾ നന്നാവണ്ടേ, മക്കൾക്ക് ദീൻ വേണ്ടേ. ഒരു വീട്ടിൽ സ്റ്റിക്കർ ഇട്ടിച്ചു. എന്താ സ്റ്റിക്കർ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ, എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ വല്യാപ്പ് പറഞ്ഞു അത്രേ, ഇവിടെയാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണേ, ഇവിടെ ഒന്നും സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല, ഇവിടെ ആകെ നജസ്സൊക്കെ ആയിരിക്കുമല്ലോ, ഇവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച് അറബിയൊക്കെ ഇതിച്ച് അതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ആകെ വിഷമമായി. കാരണം കുട്ടികൾ ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരേ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി ചെയ്താണ്. പക്ഷെ അതൊക്കെ വലിച്ചു പറിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രയാസമായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെയൊന്നും അവർ ദീൻ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? അവർക്ക് കിട്ടണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഓരോ വിഷയത്തിൽ ശ്രദ്ധിക്കണം. മക്കളുടെ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം എന്ത് ചെയ്യണം? അത് വെട്ടിക്കളണം. അത് മടക്കി വെക്കി ശീലിപ്പിക്കരുത്. അങ്ങനെ ശീലിപ്പിച്ചാൽ എന്ത് ചെയ്യും? അവർ കള്ളന്മാരാകും. നമ്മുടെ മുമ്പിൽ മടക്കും, മടക്കണ്ടാത്തടത്ത് കൊണ്ടുപോയി നിവർത്തും. അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് പ്രശ്നമാണ്. നമ്മൾ അവനെ കള്ളനാക്കരുത്. മറ്റേതെന്താണ്? എവിടെയും ഒരേ വേഷം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചോദിക്കും, അപ്പോൾ എൻ്റെ മാത്രം പാൻ്റ് എന്തിങ്ങനെ പൊങ്ങിക്കണേ, ബാക്കിയുള്ളവരൊക്കെ താഴ്ന്നിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്താണ്, ഇതാണ് ഇസ്ലാമിൻ്റെ വസ്ത്രം, ഇതിൻ്റെ താഴെ പോയ നരകുണ്ടെന്ന പ്രവാചകൻ പറഞ്ഞേ. എൻ്റെ മോൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി വാപ്പി ഇത് ശ്രദ്ധിക്കണേ. നിങ്ങൾ കടയിൽ പോയിട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയേ, മക്കളിൽ ദീനിയായ ഒരു ചിന്തയുണ്ടാകും, ദീനിയായ ഒരു ചിട്ടയുണ്ടാകും. നമ്മളതൊന്നും ചിന്തിക്കില്ലല്ലേ, ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് പോരലാണ് അല്ലേ? അത് ശ്രദ്ധിക്കണം. നോക്കിയേ, മൂന്നാമത്തെ കാര്യം എന്താണ്? ഇപ്പം 2 കാര്യം പറഞ്ഞു. അതൊക്കെ ഏതൊക്കെയെന്ന് പറഞ്ഞേ. 1, അള്ളാഹുൽ പങ്കു ചേർക്കൽ. 2, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ. മൂന്നാമത്തെ കാര്യം, മൂത്രവിസർജന ശേഷം ശുദ്ധി വരുത്താതിരിക്കൽ. കഴുകണുണ്ട്, പക്ഷെ അവിടെ കഴുകണ പോലെ ആവണില്ല. ചിലരൊക്കെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും ഉണ്ടാകും എന്ത്? കുറച്ച് മൂത്രം. അതെന്ത് ചെയ്യും? അത് നമ്മുടെ വസ്ത്രത്തിൽ വീഴും. അപ്പം അത് ശ്രദ്ധിക്കണം. വസ്ത്രത്തിൽ എന്ത് ചെയ്യല്ല, നജസ് ആകുന്നില്ല, വിസർജനം വസ്തു ആകുന്നില്ല എന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതുകൊണ്ട് നമ്മളൊക്കെ പറയും, എല്ലാ ബാത്റൂമിലും എന്ത് വേണം? തൂക്കിയിടാനുള്ള സാധനം വേണം. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബാത്റൂമിൽ ഇല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും വേണം. എന്താണ്? നമ്മളെ ആങ്കർ ഉണ്ടല്ലോ, ആങ്കർ. ഒരാൾ ഇതെവിടെ തൂക്കുന്നത്? ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യണേ? പാൻറ് ഇങ്ങനെ ഇരിക്കണ പോലെ തന്നെ ഇറക്കിയെടുക്കുക. ഇതൊക്കെ വീഴൂല എന്ന് ആരാ പറഞ്ഞത്? എന്തായാലും വീഴും അല്ലേ? ഇറക്കി പാൻറ് അടിയിലാണ്. എവിടെ? യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ കാലിൻ്റെ പാദത്തുമ്മയാണ് എല്ലാ പാൻറ്റും വന്ന് കിടക്കണേ. അതല്ലാതെ തൂക്കിയുടെ ഓപ്ഷൻ ഇല്ല. പിന്നെ വാതിലിടേണ്ടി വരും. വാതിലിട്ട നാണക്കേടല്ലേ? ഹേയ്, വരുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്, ഈ പാൻറ്റും എല്ലാം കൂടി ഈ വാതിലുമൊക്കെ എടുക്കണം. എന്തൊരു പ്രയാസമാണ് അല്ലേ? ഒരു ലജ്ജയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതൊന്നും പറ്റില്ല. പിന്നെ എല്ലാം കൂടി പിടിച്ച് കൈ പിടിക്കേണ്ടി വരും അല്ലേ? എന്തില്ലെങ്കിൽ? ആങ്കർ ഇല്ലെങ്കിൽ. ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഏത് പള്ളിയിലാണെങ്കിലും, ഇപ്പം ഞാൻ ചില പള്ളികളിൽ കണ്ടിലിങ്ങനെ ചോദിക്കലുണ്ട്. ശ്രദ്ധിക്കണം, നമ്മളെന്തായാലും അത് ശ്രദ്ധിക്കണം. ആങ്കർ 1-2 പൊളിച്ചിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചാലും മതി. ഒരെണ്ണം മുഴുവനായിട്ടൊന്നും വേണ്ടല്ലോ. കാരണം തുണിക്കടയിലൊന്നും പോകണമല്ലോ. ഒരു ആങ്കർ 2 ആങ്കറൊക്കെ മതി. എന്തിന്? ഇതൊന്ന് തൂക്കിയിടാൻ, ഒരു പാനിൻ്റെ ഒരു കൊളുത്ത്, ഒരു പർദ്ദ ഇടാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡ് എന്തായാലും വേണം. അപ്പോൾ എന്ത് ചെയ്യില്ല? ഈ വസ്ത്രത്തിൻ്റെ വിഷയം ഗൗരവമുള്ള വിഷയമാണിത്. ഇത് ചെറിയ വിഷയമല്ല, നിസ്സാരപ്പെട്ട വിഷയമല്ല. കാരണം എന്താണ്? ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ വിഷയമാണ്. ഒന്ന്, മൂത്രവിസർജനം നടത്തിയിട്ട് എന്ത് ചെയ്യാതിരിക്കുക? ശുദ്ധി വരുത്താതിരിക്കുക അല്ലേ? ശുദ്ധി വരുത്താതിരിക്കുക. എന്നാലോ രണ്ടാമത്തത്, ശുദ്ധി വരുത്തിയിട്ടും പൂർണ്ണമായി എന്ത് ചെയ്യാതെ, വിസർജിക്കാതെ ബാക്കി എന്ത് ചെയ്യുക? അതിനൊന്നൊരു ഒരു ക്ഷമയില്ല. അങ്ങോട്ട് പോരാ. അത് മുഴുവനായിട്ട് പോയിട്ടുണ്ടോ, അത് തീർന്നോ, ഒന്നൊന്നും ക്ഷമയില്ലാത്ത ടീം. ഇവിടെ നിസ്കാരം നഷ്ടപ്പെടും അയാൾക്ക്. അയാൾ പായാണ്, എവിടെ നജസ് കൊണ്ട് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതൊന്നും ചിന്തിക്കൂല. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ്? മറ സ്വീകരിക്കാതെ നജസ്സും അതുപോലെ മൂത്രവും ഒക്കെ ശരീരത്തിലേക്ക് തെറിക്കുന്ന രൂപത്തിൽ
ജീവിക്കുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാല മർറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി ബിഖബ്റൈൻ, രണ്ട് ഖബറിന്റെ അടുക്കലൂടെ. ഫഖാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാനി, തീർച്ചയായും ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, എന്നിട്ട് പറഞ്ഞു വലുതല്ലാത്ത. അമ്മ അഹദഹുമ, എന്താണ്, അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് വലുതല്ലാത്ത കാരണങ്ങളുടെ പേരിൽ നിന്നാണ്. കേൾക്കുമ്പോൾ വലുതൊന്നുമല്ല, പക്ഷേ ആ കാരണങ്ങളുടെ പേരിൽ എവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്? ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അമ്മ അഹദഹുമ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഒന്നാമത്തെ ആളെന്താണ്, അവൻ്റെ എന്തിൽ നിന്ന്, വിസർജന സ്ഥലത്ത് അവൻ മറ സ്വീകരിച്ചില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മൂത്രമൊഴിക്കുമ്പോൾ അത് തെറിക്കാതിരിക്കാനുള്ള ഒരു മറ എന്ത് ചെയ്തില്ല, അവൻ സ്വീകരിച്ചില്ല എന്ന വിശദീകരണവുമുണ്ട്. അപ്പോൾ രണ്ട് രൂപമാണ്. ഒന്നെന്താ, തുറന്ന സ്ഥലത്ത് പോയി മൂത്രമൊഴിക്കുന്ന രൂപം ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്ന കാര്യമില്ല. അവിടെയൊക്കെ ഒരു മറവാണ് അല്ലേ. തുറന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുമ്പോൾ എന്തുണ്ട്, ചില മര്യാദകൾ പഠിപ്പിച്ചില്ലേ? എന്താണ്, ഒന്ന് ആളുകളില്ലാത്തടത്താണ് ഈ മൂത്രമൊഴിക്കേണ്ടത്, അതാണ് ഈ തുറന്ന സ്ഥലം എന്ന് ഉദ്ദേശിച്ചത്. അതല്ലാതെ എന്തല്ല, ആളുകൾ പോകുന്നിടത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല അല്ലേ. അതേപോലെ ആളുകൾ തങ്ങി നിൽക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല, മാളങ്ങളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, ഫലവൃക്ഷങ്ങളുടെ അടിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, മൂത്രവിസർജനം ചെയ്യാൻ പാടില്ല, എത്ര. അതേപോലെ തന്നെ എല്ലുകൾ കൊണ്ടും കാഷ്ടം കൊണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, ശുദ്ധീകരിക്കാൻ പാടില്ല. എത്ര വിസർജന മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കിബിലക്ക് മുമ്പിടാനോ പിന്നിടാനോ പാടില്ല. എവിടെയാണെങ്കിൽ, തുറസായ സ്ഥലത്താണെങ്കിൽ, മറയുള്ളിടത്താണെങ്കിലോ അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതാ മറ ഇല്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, കിബിലക്ക് മുന്നിടാനോ പിന്നിടാനോ പാടില്ല. ഇനി മറയുണ്ടെങ്കിലും പ്രശ്നമാണ്. അത് അങ്ങാടും ഇങ്ങാടും പറ്റൂല, മുന്നിടാനും പറ്റൂല പിന്നിടാനും പറ്റൂല. അപ്പോൾ തിരിഞ്ഞിരിക്കണമല്ല, അപ്പോൾ അങ്ങാടായ ഇങ്ങോട്ട് തിരിഞ്ഞൂലേ, ഇങ്ങോട്ടായാലും പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അത് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ ബാത്റൂമും മറയുള്ളതാണ്, അപ്പോൾ ഈ വിഷയം എന്ത് ചെയ്യണില്ല, അവിടെ വരുന്നില്ല. എന്നാലും നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കിബിലക്ക് അഭിമുഖീകരിക്കാത്ത രൂപത്തിൽ ചെയ്യലാണ് നല്ലത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഈ ലാ യസ്തൻസിഉ മിനൽ ബൗൽ, മറ്റൊരു റിപ്പോർട്ടിൽ എന്താണ്, അയാൾ മൂത്രത്തെ തൊട്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ നിന്ന് ശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യണം, വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും, കിടന്ന് മൂത്രമൊഴിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരു പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, അവരുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല, എന്നാൽ അതിലൊന്നും കുറേ വസ്വാസമില്ല. അവിടെയൊക്കെ എന്ത് ചെയ്താൽ മതി, ഒന്ന് നന്നായി ശ്രദ്ധിക്കണം എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന അമ്മത്ത അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ കൂടുതലും, നോക്കിയേ, ഖബർ ശിക്ഷയിൽ കൂടുതലും അദാബിൽ ഖബരി മിനൽ ബൗലി, എന്തിൻ്റെ വിഷയത്തിലാണ്, ഈ വിസർജന മര്യാദകൾ പാലിക്കാത്തതിൻ്റെ വിഷയത്തിലാണ്. അപ്പോൾ നമ്മളത് നിസ്സാരപ്പെടുത്തി കളയേണ്ട കാര്യമല്ല, ഗൗരവമുള്ള കാര്യമാണ്. ഫതനസ്സഹു അൻഹു, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മൂത്രത്തിൽ നിന്ന് ശുദ്ധിയാവുക. അതെന്ത് ചെയ്യണം, അത് കൃത്യമായി ശ്രദ്ധിക്കണം. അപ്പം അവിടെ ഒരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മുടെ വസ്ത്രത്തിൽ തെറിക്കുന്നില്ല എന്നൊരു ഉറപ്പ് നമ്മൾ എന്ത് ചെയ്യണം, വരുത്തണം. ഇപ്പം എങ്ങനെ കയറ്റിയെന്ന് അറിഞ്ഞൂടാ. ചില ആൾക്കാരുടെ പാൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനെ നിർത്തി തയ്ച്ച പോലെ തോന്നും നമുക്ക്, അല്ല. കാരണം എന്താ, ഊരാനും പറ്റൂല, അഴിക്കാനും പറ്റൂല, അല്ല, കുഴൽ പോലെയൊക്കെയാണ്. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഒരു വലിക്കും. കാരണം മുകൾ ഭാഗം അങ്ങോട്ട് ഊരി പോന്നിട്ടുണ്ട്, അടിഭാഗം അങ്ങോട്ട് പോനില്ലേ. ഇതെങ്ങനെ പെട്ട് അല്ലേ ബാത്റൂമിലൊക്കെ പോകാം, പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇത് ഊരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഇതിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയുള്ള വസ്ത്രമാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ശരീരത്തിൽ
മലമൂത്ര വിസർജനം നടത്തുമ്പോൾ തെറിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഖബറിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകും. നാലാമത്തെ കാര്യം, അത് 1 or 2 വയസ്സാകുമ്പോൾ മുലപ്പാൽ മാത്രമല്ലല്ലോ കൊടുക്കുക. 6 മാസം കഴിയുമ്പോൾ എന്തായാലും ഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് നജസ്സായി. അല്ല, പെൺകുട്ടിക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പെൺകുട്ടിക്ക് 6 മാസം കഴിയുന്ന അതിനു മുമ്പുള്ള ആൺകുട്ടിക്കാണെങ്കിൽ പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രത്തിൽ എന്ത് ചെയ്താൽ മതി? വെള്ളം തെളിച്ചാൽ മതി. എന്നാൽ പെൺകുട്ടിയാണെങ്കിലോ അത് കഴുകുക തന്നെ വേണം. 6 മാസം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കണവും പാല് മാത്രം കുടിക്കണ കുട്ടി. ഭക്ഷണം കൊടുത്തു തുടങ്ങിയാലോ 2 കുട്ടിക്കും ഒരേപോലെയാണ്. അത് ആൺകുട്ടിയുടെ വിഷയമാണ്. പെൺകുട്ടിക്ക് എന്ത് ചെയ്യണം? സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ കഴുകുക തന്നെ വേണം. ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെള്ളം തെളിച്ചാൽ മതി. എവിടം വരെ? പാല് കൊടുക്കണ സമയം വരെ. പാല് കൊടുത്ത് ഭക്ഷണം കൊടുക്കുക. 6 മാസം കഴിയുമ്പോൾ പിന്നെ ഓരോ പൊടിയായിട്ട് പഴം പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതല്ലല്ലോ, പൊടിയും മറ്റതൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ പിന്നെ ആ വിധി മാറും. അത് ശ്രദ്ധിക്കണം അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? അവർക്ക് നിസ്കരിക്കാൻ വേറൊരു വസ്ത്രം ഉണ്ടാക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ബാത്റൂമിൽ പോയി ഒന്ന് മേലക്കൊന്ന് ശുദ്ധീകരിച്ചിട്ട് വേഗം വസ്ത്രം ഇട്ട് നിസ്കരിക്കുക. എന്നിട്ട് ആ വസ്ത്രം മാറ്റിയിടുക. നേരത്തെ ഇട്ട ഡ്രസ്സ് എന്ത് ചെയ്യുക? വീണ്ടും ധരിക്കുക. അതൊക്കെ സൂക്ഷ്മതയാണ്. നമ്മുടെ നാട്ടിൽ നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞ കുപ്പായം ഉണ്ട് അല്ലേ? ഉണ്ട്, നിസ്കാര കുപ്പായം ഉണ്ട്. ആ നിസ്കാര കുപ്പായമാണ് യഥാർത്ഥത്തിൽ ഒരു പെണ്ണിൻ്റെ വസ്ത്രം അല്ലേ? നിസ്കാര കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിനെ നമ്മൾ അറിയുന്നില്ല. കാരണം എന്താ? കോട്ട വസ്ത്രം ഇരിക്കും അല്ലേ? അതാണൊരു പെണ്ണിൻ്റെ വസ്ത്രം. അതിനെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, അതാണൊരു പെണ്ണിൻ്റെ വസ്ത്രം. ഏത്? വെളുത്ത ഡ്രസ്സ് എന്നല്ല ഉദ്ദേശിച്ചത്, അത്രയും വലിപ്പവും, മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ ആകാര ഭംഗിയൊന്നും കാണാത്ത രൂപത്തിലെ വസ്ത്രം, അതാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു പെണ്ണ് ധരിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാലാമത്തെ കാര്യം എന്താണ്? ഏഷണിയും പരദൂഷണമാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത കാര്യമാണ്, എന്നാലും പറയാം അല്ലേ? എന്താണ് ഏഷണിയും പരദൂഷണവും? നോക്കിയേ, ഒരു സത്യവിശ്വാസിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ദുർഗുണങ്ങളിൽപ്പെട്ടതാണെന്ത്? ഏഷണി, പരദൂഷണം. ഗീബത്ത്, നമീമത്ത് കേട്ടിട്ടുണ്ടാവും. ഗീബത്ത്, നമീമത്ത്, ഇത് രണ്ടും എന്താണ്? തൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിനെയാണ് എന്ത് പറയുക? പരദൂഷണം എന്ന് പറയുക. നമുക്കിഷ്ടം അത് പറയാനാണ് അല്ലേ? ഒരാൾക്ക് വിഷമം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ പറയും. നമുക്കൊരു രസമാണ്. അത് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്കൊരു സുഖം കിട്ടില്ല. അതങ്ങോട്ട് പറയുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്യും? അവനാകെ ഈറടിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു സുഖമാണ്, വല്ലാത്തൊരു സുഖം. അത് ആരോടാണെങ്കിലും, ചിലപ്പോൾ ഭാര്യയോടായിരിക്കും നമ്മൾ പറയണത്. എന്നാൽ പോലും അത് പറയാൻ പാടില്ല. അപ്പം ആ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനെയാണ് എന്ത് പറയുക? പരദൂഷണം എന്ന് പറയുക. ഇസ്ലാം ഏറെ വെറുക്കുന്നൊരു കാര്യമാണ്. നോക്കി, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വായിച്ചാൽ നമ്മൾ എന്ത് പറയും എന്ന് ആലോചിച്ച് പോകും. എന്താണ്? നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അത്തദ്റൂന മൽ ഗീബ. നിങ്ങൾക്കറിയോ ഗീബത്ത് എന്താണ് എന്ന്? പരദൂഷണം എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. അള്ളാഹുവിനും അവിടുത്തെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്. നീ നിൻ്റെ സഹോദരനെക്കുറിച്ച് പറയലാണ്. എന്തു പറയലാണ്? അവൻ വെറുക്കുന്നത്, അവന് പറയാൻ ആഗ്രഹിക്കാത്തത്, അവൻ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാത്തത്, അവൻ കേൾക്കാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്ത് ചെയ്യുക? നീ അവനെക്കുറിച്ച് പറയലാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, സഹാബത്താണല്ലോ, ഖീല, സഹാബത്ത് ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖൂൽ. അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ പറഞ്ഞത് അയാളിൽ ഉണ്ടെങ്കിലോ? ഞാൻ പറഞ്ഞത് അയാളിൽ ഉണ്ടെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ, നീ പറഞ്ഞത് അവനിലുണ്ടെങ്കിൽ ഫഖദ് ഇഅ്തബ്തഹു, നീ അവനെക്കുറിച്ച് ഏഷണി പറഞ്ഞു. എന്താണ്? സത്യമാണ് പറഞ്ഞത്.
അവൻ്റെ വിഷയമാണ് പറഞ്ഞത്, അവൻ ചെയ്ത കാര്യം പറഞ്ഞത്. അവൻ്റെ അഭാവത്തിലാണെങ്കിലും അവൻ വെറുക്കുന്ന കാര്യം പ്രസൻറ്റിലാണെങ്കിലും. അവൻ്റെ അഭാവമൊന്നും വേണ്ട, അവൻ ഉള്ളപ്പോൾ പോലും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാലോ അത് ഈ വിഷയത്തിൽ വിടും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞില്ലേ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു. ഇനിയിപ്പോൾ അവനിൽ അതില്ലെങ്കിലോ നീ അവനെക്കുറിച്ച് നുണ പറഞ്ഞു. സേഫ് എന്താണെന്നറിയോ? നമ്മളെക്കുറിച്ച് പറയലായിരിക്കും നല്ലത്, അല്ലേ? നമ്മളെക്കുറിച്ച് പറയലായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ മറ്റുള്ളവരെ കുറിച്ച് പരമാവധി പറയാതിരിക്കുക എന്നത് നമ്മുടെ തടിക്ക് നല്ലതാണ്. അപ്പോൾ തൻ്റെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുന്നതിനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവൻ്റെ ശവം തിന്നുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിൻ്റെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അവൻ്റെ ലഹ്മ് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് ഖുർആൻ്റെ ചോദ്യം. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ. അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയണത് വലാ തജസ്സസു വലാ യഅ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പരസ്പരം ഏഷണി പറയാൻ, പരദൂഷണം പറയാൻ നിങ്ങൾ പാടില്ല, അല്ലേ? ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. എന്നിട്ട് പറയാ അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ അയ്യഅകുല ലഹ്മ അഖീഇ മൈത, മരണപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ സഹോദരൻ്റെ ലഹ്മ് മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, നിങ്ങൾ അതിനെ വെറുക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുന്നതിനെ നിങ്ങൾ വെറുക്കണം, അല്ലേ? വെറുക്കണം, ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മളെ ശ്രദ്ധിക്കണ്ടേ. കയ്യിലൊന്നുമില്ലാത്തവന് പേഴ്സുണ്ട് അടക്കം പേടി ഉണ്ടാവില്ല, ഉണ്ടോ? കയ്യിലൊന്നുമില്ലാത്തവന് പേഴ്സുണ്ട് അടക്കം പേടി ഉണ്ടാവില്ല. എന്തിലൊക്കെ ഉള്ളവനെ പേടി ഉണ്ടാവുക. നിസ്കരിക്കുകയും ഖുർആനോദയും ക്ലാസ്സിലിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് പേടിക്കണം. കാരണം എന്താ? നമ്മുടെ അമൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് പോകാൻ കാരണമാകും. ശ്രദ്ധിക്കണം. അപ്പോൾ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പാപങ്ങൾ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്പോൾ പരദൂഷണം പറയുന്നവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടായിരിക്കുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. ലമ്മാ ഉരിജ ബി മറർത്തു ബിഖൗമിൻ, മിഅ്റാജിൻ്റെ രാത്രിയിൽ എന്ത് ചെയ്തു? എന്നെയും കൊണ്ട് പുറപ്പെട്ടു. ബിഖൗമിൻ ലഹും അദ്ഫാറുൻ മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങൾ ഞാൻ കണ്ടു. യഹ്മിഷൂന, അവർ അവരുടെ നഖങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ മാന്തി പുളിക്കണം. എന്തിനെ? വുജൂഹഹും, അവർ വജ്ഹ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖങ്ങൾ, വസുദൂറഹും, അവരുടെ നെഞ്ച്, അല്ലേ? നെഞ്ചൊക്കെ ഇങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫഖുൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇവർ ആരാണ്? ഖാല ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമുൻ നാസ്, ഇവരാരാണ്? അവർ ജനങ്ങളുടെ മാംസം തിന്നവരാണ്. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തെ ഇല്ലായ്മ ചെയ്തവരാണ്. അല്ലേ? നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ അഭിമാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷതം വരുത്തുന്നു. അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ്. അപ്പം അയാളുടെ അഭിമാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇല്ലായ്മ ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ക്ഷതമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ഖബറിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്. പണ്ടൊക്കെ നമ്മളിത് പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ആണുങ്ങളും ചെറുതൊന്നുമല്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അവരൊക്കെ ചില ഫോൺ വിളിയൊക്കെ അരമണിക്കൂറാണ് വിളിക്കണേ. അരമണിക്കൂർ എന്താ വിളിച്ച് പറയാനുള്ളേ? അല്ലേ? വീട്ടിൽ നിന്ന് കുടുംബക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഫോൺ വിളി, അതൊക്കെ ഓണാക്കി വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പൊടിയൊക്കെ എടുത്തിട്ട് പുട്ടുണ്ടാക്കാൻ വിചാരിച്ച് ഇടിയപ്പം ആകുന്നുണ്ട്, ഇടിയപ്പം ഉള്ളത് വേറെ എന്തൊക്കെ ആകുന്നുണ്ട്. കാരണം എന്താണ്? ഇത് സംസാരത്തിൽ മാറിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അധികമായിട്ടുള്ള സംസാരം അപകടമാണ്. അത് ശ്രദ്ധിക്കണം. നമ്മളെന്ത് ചെയ്യണം? അമിതമായ സംസാരം കുറക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ബിഖബറൈൻ
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിൻ്റെ അടുക്കിലൂടെ കടന്നുപോയി. ഇന്നഹും ലയുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ അമ്മ അഹദഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ വ അമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമ. രണ്ടാമത്തെ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് അവൻ നമീമത്ത് കൊണ്ട് നടന്നവനാണ്, അവനിങ്ങനെ പരദൂഷണവുമായി നടന്നവനാണ്, ഏഷണിയുമായി നടന്നവനാണ്. അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്ക് എന്തുണ്ട്? ഖബറിൽ ശിക്ഷയുണ്ട്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏഷണിയെ സൂക്ഷിക്കണം. നിശ്ചയം ഏഷണിക്കാരന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മളെക്കുറിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് മറ്റൊരാളെക്കുറിച്ച് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് അയാൾ എന്ത് ചെയ്യും? നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. കാരണം അയാളുടെ സ്വഭാവമാണ്. അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾ നമ്മളോട് വേറൊരാളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? നമ്മളില്ലാത്തപ്പോൾ അയാളുടെ ഇര നമ്മളായിരിക്കും. അത് സത്യമാണ്. അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, അത് യാഥാർത്ഥ്യമാണ്. കാരണം എന്താണ്? അത് അയാളുടെ ശീലമാണ്. അയാളത് അള്ളാഹിനെ പേടിച്ച് ഒഴിവാക്കിയാലല്ലാത്ത പക്ഷം എന്ത് ചെയ്യില്ല, അയാളിൽ നിന്നത് ഒഴിവാവുകയില്ല. നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടാൻ അതുമാത്രം മതിയാകുമെന്നത് നമ്മൾ ശ്രദ്ധിക്കണം. 5ാമത്തെ കാര്യം എന്താണ്? മോഷണവും ചതിച്ചെടുക്കലുമാണ്. മോഷണം, കക്ക, പിന്നെയോ ചതിച്ചെടുക്കുക. ചതിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളോട് നുണയും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? പറ്റിച്ചെടുക്കുക. നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, സഖിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ യുഖാലു ലഹു കിർക്കറത്തു ഫമാത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രാ സാമഗ്രികൾ നോക്കാനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേര് കിർക്കിർ എന്നാണ്. കിർക്കെന്നല്ല, കിർക്കിറ. ഫമാത്ത, അയാൾ മരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി പറഞ്ഞു ഹുവ ഫിന്നാർ. എന്താ പറഞ്ഞേ? അയാൾ നരകത്തിലാണ്. നബിയുടെ യാത്ര ചെയ്യുമ്പോൾ യാത്രാ സാമഗ്രികളൊക്കെ സ്വഹാബത്തിൻ്റെ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ആളെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ നബി എന്ത് പറഞ്ഞു? അയാൾ നരകത്തിലാണ്. സ്വഹാബത്തിന് അത്ഭുതമായി. കാരണം എന്താണ്? ഇയാൾ വേറെന്താ ചെയ്തേക്കണേ? ഇയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇയാൾ ഞങ്ങളുടെ ഒപ്പം വരുന്നു, സാധനങ്ങൾ പിടിക്കുന്നു, നമുക്ക് ഹിദ്മത്ത് ചെയ്യുന്നു. നബി പറഞ്ഞു ഇയാൾ എന്താണ്? നരകത്തിലാണ്. നബി പറഞ്ഞത് പിന്നെ എന്തില്ല, മാറ്റില്ല. അപ്പം എന്താണ് കാരണം എന്നറിയാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ അയാളുടെ കൈവശം അയാളുടേതല്ലാത്ത ഒരു പുതപ്പ് കണ്ടെത്തി എന്നാണ്. എങ്ങനെ? അയാളുടെ കയ്യിൽ അയാളുടേതല്ലാത്ത ഒരു പുതപ്പ് അയാളുടെ കൈവശം എന്ത് ചെയ്തു? അയാളുടേതായി കണ്ടെത്തി. അഥവാ ചതിച്ച് വഞ്ചിച്ച് ഒരു പുതപ്പ് കൈവശപ്പെടുത്തിയതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെക്കുറിച്ച് പറഞ്ഞെന്താണ്? അയാൾ നരകത്തിലാണ്. അങ്ങോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചതിച്ച് വഞ്ചിച്ച് ഒരാളൊരു പുതപ്പ് പോലും കൈവശപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ അയാൾ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോക്കെ, ഖൈബർ യുദ്ധ ദിവസം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. സ്വഹാബത്ത് പറയാണ്, ഞങ്ങൾ യുദ്ധാർജിത സ്വത്തായി ഞങ്ങളെടുത്തത് വസ്ത്രവും ഭക്ഷണവും പണവുമാണ് ഞങ്ങൾ നേടിയത്. സ്വർണവും വെള്ളിയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ബനു ഖുബൈബ് ആ ഗോത്രക്കാരുടെ ഗോത്രത്തിൽപ്പെട്ട റിഫാഅത്ത് ഇബ്നു സെയ്ദ് എന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമയെ നൽകുകയുണ്ടായി. ആ അടിമയുമായി ഫബൈനമാ ഹുവ യഹുത്തു
റഹ്ല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി വാദി ഖുറായിലേക്ക് തിരിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകക്കട്ടിൽ ഇറക്കി വെക്കുന്നതിനിടയിൽ ഒരു അമ്പ് വന്നുകൊണ്ട് മിദ്അമിൽ അഥവാ ആ അടിമയായ മിദ്അമിൻ്റെ ശരീരത്തിൽ തറക്കുകയും അങ്ങനെ അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, എന്താണ് ജനങ്ങൾ പറഞ്ഞത്? ഫഖാല അന്നാസു ഹനീഅൻ ലഹു അശ്ശഹാദ. അദ്ദേഹത്തിന് ഷഹീദിന് കൊണ്ട് മംഗളം അറിയിക്കൂ. ജനങ്ങൾ പറഞ്ഞു. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂലിനെ ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കെ നല്ലൊരു അവസ്ഥയിൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് ഷഹീദാണ് എന്ന രൂപത്തിൽ മംഗളം അറിയിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബലാ വല്ലദി നഫ്സി ബിയദിഹി ഇന്ന ശംലത്തല്ലത്തി അസ്വാബഹ യൗമ ഖൈബറ മിനൽ മഗാനിം ലം തുസിബ്ഹൽ മഖാസിമു ലതഷ്തഇലു അലൈഹി നാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല കാര്യം, നിങ്ങൾ പറയുന്നത് പോലെയല്ല. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അയാൾ ഖൈബർ യുദ്ധ ദിവസം ഗനീമത്ത് സ്വത്തുക്കൾ വീതിക്കുന്നതിന് മുമ്പ് എടുത്ത മേലാട അയാളുടെ മേൽ കത്തിയാളുകയാണ്. ഇത് ജനങ്ങൾ കേട്ടപ്പോൾ ഒരാൾ ഒരു ചെരുപ്പിൻ്റെ വാറുമായി അല്ലെങ്കിൽ 2 വാറുകളുമായി നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീ കൊണ്ടുള്ള ചെരുപ്പ് വാർ അല്ലെങ്കിൽ തീ കൊണ്ടുള്ള 2 ചെരുപ്പ് വാറുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ തനിക്ക് അവകാശപ്പെടാത്തത്. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം നടന്നതിലൂടെ ആരുമായിട്ടാണോ യുദ്ധം ചെയ്തത് അവർ ഉപേക്ഷിച്ചു പോയ സമ്പത്താണെന്ത്? ഗനീമത്ത്. പിടിച്ചെടുത്ത അവിടെ നിന്ന് കിട്ടിയ സമ്പത്ത്. ഈ ഗനീമത്ത് സ്വത്ത് എന്ത് ചെയ്യും? വീതം വെക്കും. അതിനും എന്ത് ചെയ്യാൻ പാടില്ല? അത് എനിക്കിഷ്ടപ്പെട്ടത്, ഇതെനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അതെനിക്ക് വേണം, അതൊന്നും പറ്റൂല. അത് വീതം വെക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? അയാളുടേത്. പക്ഷെ ഇത് വീതം വെക്കണ മുമ്പ് എന്ത് ചെയ്തു? പലരും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ വഞ്ചന, ചതി എന്നൊക്കെ പറയാം. അതെല്ലായിടത്തും പറയാം അല്ലേ? സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് അല്ലെ പല വഞ്ചനകൾ കാട്ടിയിട്ട് എന്ത് ചെയ്യുക? ചില സ്ഥലങ്ങൾ കൈക്കലാക്കുക, ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യുക? അത് എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെ കൂട്ടി വായിക്കാൻ പറ്റും. വഞ്ചന, ചതി, ഇതൊക്കെ എന്ത് ചെയ്യും? ഈ ഖബറിൽ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ മനുഷ്യൻ നരകത്തിലാണ് എന്നറിഞ്ഞപ്പോൾ നബിയുടെ അടുക്കലേക്ക് ചെരുപ്പിൻ്റെ വാറായിട്ട് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നത്. ഈ വാറ് ഞാൻ എടുത്തു വച്ചിരുന്നതാണ്, അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട. കാരണം എന്താണ്? അപ്പോൾ ചില ആളുകളുടെ മരണമായിരിക്കും ചില ആളുകൾ നന്നാവാൻ കാരണമാകാം. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഈ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ട് ഇയാൾ നരകത്തിലാണെന്ന് പ്രവാചകനെ അറിയിക്കുമ്പോഴാണ് പലരും എന്ത് ചെയ്യണത്? അങ്ങനെയുള്ള തിന്മകൾ, തെറ്റുകൾ ചെയ്ത കാര്യങ്ങൾ അവർ തിരുത്തുന്നത് അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം എന്ത് ചെയ്യാൻ പാടില്ല? സമ്പാദ്യവും ഭക്ഷണവും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വളഞ്ഞ മാർഗത്തിൽ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹലാലായ, ഹറാമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം? നമുക്ക് സമ്പാദിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് സ്വഹാബി വനിതകൾ അവരുടെ വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ അവർ പറയുന്നത് പട്ടിണി ആയിരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണ്ട? ഒരു ഹറാമിൻ്റെ ഭക്ഷണവും നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. ഹലാലായതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട, വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, നരകത്തിൻ്റെ കത്തിയാളുന്ന തീ ഞങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ല. അവർ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? അള്ളാഹുവിൽ പങ്കു ചേർക്കുക. രണ്ടാമത്തെ കാര്യം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ. മൂന്നാമത്തെ കാര്യം മൂത്രവിസർജനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മറ സ്വീകരിക്കാതെയോ അത് ശുദ്ധീകരിക്കാതെ ഇരിക്കുക എന്നത്. നാലാമത്തതോ
ഏഷണിയും പരദൂഷണവും. അഞ്ചാമത്തത് മോഷണം, ചതി, വഞ്ചിച്ചെടുക്കുക. ഇതൊക്കെ എന്താണ്? ഖബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും അറിഞ്ഞ കാര്യങ്ങൾ, തിന്മകൾ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും അറിഞ്ഞ നന്മകൾ ജീവിതത്തിൽ ഏറ്റി അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ആ സന്ദേശത്തിൽ ഉറച്ച് ജീവിക്കാൻ, മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ഫിത്ന ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.